നമ്മുടെ എല്ലാം ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരു കാരണത്താലാണ്. ഒരു കഥ പറയാം. പണ്ടൊരിക്കൽ ശാന്തസുന്ദരമായ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജ്ഞാനിയായ ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു പാവപ്പെട്ടവനായിരുന്നു. സ്വന്തമായി ഭൂമിയോ പണമോ ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വിലമതിക്കാനാവാത്ത ഒരു സമ്പാദ്യമുണ്ടായിരുന്നു. അതിമനോഹരമായ ഒരു വെളുത്ത കുതിര. ആ കുതിരയുടെ സൗന്ദര്യം ഗ്രാമത്തിലാകെ പ്രശസ്തമായിരുന്നു. ഗ്രാമവാസികൾക്കെല്ലാം ആ കുതിരയോട് വലിയ ആരാധനയായിരുന്നു. പല ധനികരും ആ കുതിരയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് വലിയ വില വാഗ്ദാനം ചെയ്തു. എന്നാൽ ആ വൃദ്ധൻ എപ്പോഴും പുഞ്ചിരിയോടെ അത് നിരസിച്ചു. അദ്ദേഹം പറയുമായിരുന്നു, ഈ കുതിര വിൽപ്പനയ്ക്കുള്ളതല്ല. അവൻ എനിക്ക് ഒരു മൃഗം മാത്രമല്ല, എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. എന്റെ സുഹൃത്തിനെ വിൽക്കാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക? ഇത് കേട്ട് ഗ്രാമവാസികൾ അദ്ദേഹത്തെ പരിഹസിച്ചു. എന്തൊരു വിഡ്ഢി! ഈ കുതിരയെ വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാമല്ലോ, അവർ പരസ്പരം പറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ആ വൃദ്ധന്റെ കുതിരയെ കാണാതായി. ഈ വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിൽ പടർന്നു. ഗ്രാമവാസികൾ സഹതാപത്തോടെയും കുറച്ച് പരിഹാസത്തോടെയും അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടിയെത്തി. അവർ പറഞ്ഞു, കണ്ടോ, നിങ്ങളുടെ അഹങ്കാരം കാരണം ആ കുതിര നഷ്ടപ്പെട്ടു. അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ അതിനെ വിൽക്കാൻ. എന്തൊരു നിർഭാഗ്യമാണിത്! ഇത് കേട്ട് ആ വൃദ്ധൻ ഒരു ഭാവഭേദവുമില്ലാതെ ശാന്തനായി പറഞ്ഞു, ചിലപ്പോൾ ഇത് നിർഭാഗ്യമായിരിക്കാം, ചിലപ്പോൾ ഭാഗ്യവുമാകാം. ആർക്കറിയാം? കുതിര പോയി എന്നത് മാത്രമാണ് സത്യം. ബാക്കിയെല്ലാം നമ്മുടെ വ്യാഖ്യാനങ്ങൾ, അല്ലേ? ദിവസങ്ങൾ കടന്നുപോയി. ഗ്രാമവാസികൾ ആ സംഭവം മറന്നു തുടങ്ങിയപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. ഒരു രാത്രി ആ വെളുത്ത കുതിര തിരിച്ചു വന്നു. അതും ഒറ്റയ്ക്കല്ല, കൂടെ മലനിരകളിൽ നിന്ന് 3 കാട്ടുകുതിരകളെയും കൊണ്ടുവന്നു. ഇതറിഞ്ഞ ഗ്രാമവാസികൾ വീണ്ടും ഓടിക്കൂടി. ഇത്തവണ അവരുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ എന്തൊരു ഭാഗ്യവാനാണ്! ഒരെണ്ണം പോയപ്പോ 4 എണ്ണത്തെ കിട്ടി. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. അപ്പോഴും ആ വൃദ്ധൻ ശാന്തനായി മറുപടി നൽകി, ചിലപ്പോൾ ഇത് നല്ലതിനാവാം, ചിലപ്പോൾ ചീത്തയ്ക്കും, ആർക്കറിയാം. ആ വൃദ്ധന് കരുത്തനായ ഒരു മകനുണ്ടായിരുന്നു. അവൻ ആ കാട്ടുകുതിരകളെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ദിവസം ഒരു കുതിരയെ പരിശീലിപ്പിക്കുന്നതിനിടയിൽ അവൻ താഴെ വീണു. വീഴ്ചയിൽ അവന്റെ കാൽ ഒടിഞ്ഞുപോയി. അതൊരു ഗുരുതരമായ പരിക്കായിരുന്നു. ഗ്രാമവാസികൾ വീണ്ടും വന്നു. അവർ പറഞ്ഞു, എന്തൊരു കഷ്ടകാലമാണിത്! ആദ്യം കുതിര ഭാഗ്യം കൊണ്ടുവന്നു എന്ന് കരുതി. ഇപ്പോൾ ഇതേ കുതിരകൾ കാരണം നിങ്ങളുടെ ഒരേ ഒരു മകന്റെ ജീവിതം തന്നെ അപകടത്തിലായി. ഇത് തീർച്ചയായും ഒരു ദുശ്ശകുനം തന്നെയാണ്. പതിവ് പോലെ ആ വൃദ്ധൻ പറഞ്ഞു, ചിലപ്പോൾ, ആർക്കറിയാം. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. രാജാവിന്റെ സൈനികർ ഗ്രാമത്തിലെത്തി. ആരോഗ്യമുള്ള എല്ലാ ചെറുപ്പക്കാരെയും നിർബന്ധമായി സൈന്യത്തിൽ ചേർത്തു. യുദ്ധത്തിന് പോകുന്ന മക്കളെ ഓർത്ത് ഗ്രാമത്തിലെ വീടുകളിൽ നിന്നും കരച്ചിലുയർന്നു. സൈനികർ ആ വൃദ്ധന്റെ വീട്ടിലുമെത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ മകന്റെ ഒടിഞ്ഞ കാൽ കണ്ട് അവനെ യുദ്ധത്തിന് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവർ ഉപേക്ഷിച്ചു പോയി. അപ്പോഴാണ് ഗ്രാമവാസികൾക്ക് ആ വൃദ്ധന്റെ വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലായത്. അവർ ലജ്ജിച്ച് തലതാഴ്ത്തി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. ഒരു ദുരന്തമെന്ന് ഞങ്ങൾ കരുതിയ സംഭവം നിങ്ങളുടെ മകന് അനുഗ്രഹമായി മാറി. ഞങ്ങളുടെ മക്കൾ യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മകൻ സുരക്ഷിതനായി ഇവിടെയുണ്ട്. ആ വൃദ്ധൻ അവരെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു, ജീവിതം ഒരു നദി പോലെയാണ്. അതിന്റെ ഒഴുക്കിൽ പലതും സംഭവിക്കും. ഒരു സംഭവം നല്ലതാണോ ചീത്തയാണോ എന്ന് ആ നിമിഷം നമുക്ക് പറയാനാവില്ല. അതിന്റെ പൂർണ്ണമായ ചിത്രം കാണാൻ നമ്മൾ കാത്തിരിക്കണം. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ജീവിതത്തിലെ സംഭവങ്ങളെ നല്ലതെന്നോ ചീത്തയെന്നോ പെട്ടെന്ന് വിധിയെഴുതരുത്. ഇന്നൊരു ശാപമായി തോന്നുന്നത് നാളെ ഒരു അനുഗ്രഹമായി മാറിയേക്കാം. ഇന്ന് നമ്മെ വേദനിപ്പിക്കുന്നത് ഒരുപക്ഷെ നാളെ നമ്മളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാനായിരിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വിശ്വാസവും ക്ഷമയും കൈവിടാതിരിക്കുക. ശക്തരായി നിലകൊള്ളുക. എപ്പോഴും ഓർക്കുക, എല്ലാം സംഭവിക്കുന്നത് ഒരു കാരണത്താലാണ്. കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും, നിങ്ങൾ ഇതുപോലെ മറ്റെന്തെങ്കിലും വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റും താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക.